നമസ്കാരം. മാരാമൺ കൺവെൻഷൻ നടക്കുന്നു. വി ഡി സതീശനെ ഒഴിവാക്കിയതിന് പിന്നിൽ എന്താണ്? CPM എന്ന് പറയപ്പെടുന്നു. കഴിഞ്ഞ കാലയളവിൽ സതീശൻ ക്രൈസ്തവ വിഭാഗങ്ങളുടെ 100ഓളം പരിപാടികൾ പങ്കെടുത്തതിൽ CPMന് വലിയ ആശങ്കയുണ്ടായിരുന്നു. ഒഴിവാക്കിയതിൽ സഭയ്ക്കുള്ളിലെ ഒരു വിഭാഗത്തിന് അമർഷമുണ്ടെങ്കിൽ കൂടിയും, അതായത് സതീശനെ ഒഴിവാക്കിയതിൽ സഭാ നേതൃത്വം CPMകാരുടെ തിട്ടൂരത്തിന് വഴങ്ങി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരുന്നു. മാർത്തോമാ സഭയുടെ പാരമ്പര്യത്തിന് കളങ്കമേറ്റെന്നും വാക്കുമാറുന്നവരായിരുന്നില്ല മുൻ അധ്യക്ഷന്മാരെന്നും വലിയ വിമർശനമുള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു മാറ്റം. നമുക്കറിയാമല്ലോ, മാരാമൺ കൺവെൻഷൻ്റെ ഭാഗമായിട്ടുള്ള യുവജന സമ്മേളനത്തിൽ നിന്നും പ്രതിപക്ഷ നേതാവുള്ള വി ഡി സതീശനെ ഒഴിവാക്കിയതിന് പിന്നിൽ CPMൻ്റെ തിരക്കഥ എന്നുള്ള സൂചന വരുമ്പോൾ അതെന്തുകൊണ്ട്? വിഷയത്തിൽ മാർത്തോമാ സഭയിലും ഭിന്നത രൂക്ഷമാവുകയാണ്. ഫെബ്രുവരി 15 നടക്കേണ്ട പരിപാടിയിൽ നിന്നാണ് പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയതായിട്ടുള്ള വാർത്തകൾ തന്നെ ഇപ്പോൾ വരുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പരിപാടിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചില്ലെന്ന വാദം സഭ ഉയർത്തുന്നുണ്ടെങ്കിലും അതിനെ തള്ളിയും ചിലർ രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവായി സ്ഥാനമേറ്റ ശേഷം ഇക്കഴിഞ്ഞ കാലയളവിൽ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഏകദേശം 100ഓളം പരിപാടികൾ സതീശൻ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. പല പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്. കാരണം ബൈബിളിലുള്ള അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും വിവിധ സഭകളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവുകളുമൊക്കെ പങ്കുവെച്ചുകൊണ്ടുള്ള സതീശൻ്റെ പ്രഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ സഭകളെ തന്നോട് അടുപ്പിക്കുന്നതിൽ ആശങ്കയുണ്ടായിരിക്കുന്നത് CPMനാണ്. കടുത്ത ആശങ്കയാണ്. കാരണം പ്രതിപക്ഷ നേതാവിനോട് ക്രൈസ്തവ വിഭാഗങ്ങൾക്കുള്ള അടുപ്പം അത് അപകടകരമായിട്ടുള്ള നിലയിൽ വളരുന്നു എന്നതും അവരെ കഴിഞ്ഞ കാലയളവിൽ അസ്വസ്ഥരാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം CPMകാരെ. ഇത് CPM സംസ്ഥാന നേതാക്കൾക്കിടയിൽ വരെ വലിയ ചർച്ചയായി എന്നുള്ളതാണ്. കാരണം അത്തരത്തിലൊരു ഇടപെടൽ സതീശൻ നടത്തുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ മാർത്തോമാ സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരമപ്രധാനമായിട്ടുള്ള കൺവെൻഷനിലേക്ക് ഇപ്പോൾ വി ഡി സതീശനെ ക്ഷണിക്കണം, അല്ലെങ്കിൽ വി ഡി സതീശനെ ക്ഷണമെന്ന വാർത്തകൾ പുറത്തു വരുന്നു. എന്തുകൊണ്ട് ക്ഷണിച്ചില്ല എന്നുള്ള വാർത്തകൾ പലപ്പോഴും ജനങ്ങൾ കാണുന്നുണ്ട്. ഇതോടെ കൂടുതൽ ജാഗരൂകരായിട്ടുള്ള CPM അതിൽ നിന്ന് സതീശനെ ഒഴിവാക്കുവാനുള്ള നീക്കങ്ങൾ ഊർജിതപ്പെടുത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ സതീശനെ ക്ഷണിക്കുമെന്നുള്ള അറിഞ്ഞുകൊണ്ട് അതിനെ ഒഴിവാക്കുക എന്നൊരു ശ്രമം CPM നടത്തുന്നു. കൺവെൻഷനിലെ പരിപാടിയായിട്ടുള്ള യുവവേദിയിൽ പങ്കെടുക്കാൻ സഭയുമായി ബന്ധപ്പെട്ട കൺവെൻഷൻ്റെ സംഘാടകർ പ്രതിപക്ഷ നേതാവിനോട് നേരത്തെ തന്നെ സമയം ചോദിക്കുകയും അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി ഓഫീസിൽ ഇത് നൽകുകയും ചെയ്തു കഴിഞ്ഞു. അതായത് സതീശൻ പങ്കെടുക്കുമെന്ന് പറയുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മാർത്തോമാ സഭാധ്യക്ഷൻ അംഗീകരിച്ച ക്ഷണിതാക്കളുടെ പട്ടികയിൽ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ പേര് ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. ആ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നത്. പട്ടിക പുറത്തു വന്നതോടുകൂടിയാണ് ഈ വിവാദം ഇപ്പോൾ കത്തിപ്പടരുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതോടെ സഭാ നേതൃത്വത്തിനെതിരെ സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ ഉയരുകയാണ്. മാരാമൺ കൺവെൻഷൻ പോലെ സഭാ നേതൃത്വം നൽകുന്ന പരമപ്രധാനമായ പരിപാടിയിലേക്ക് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കും മുമ്പ് തന്നെ വിഷയം ചർച്ച ചെയ്യണമായിരുന്നു എന്നുള്ള വാദമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. പക്ഷേ അങ്ങനൊരു വാദത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന് യുവവിഭാഗം ചിന്തിക്കുന്നു. അദ്ദേഹം ക്ഷണം സ്വീകരിച്ച് സമയവും നൽകിയ ശേഷമാണ് ഈ കൺവെൻഷനിലെ പരിപാടിയിൽ പങ്കെടുപ്പിക്കില്ലെന്ന് പറയുന്നത് സഭാ നേതൃത്വത്തിന് ഭൂഷണമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതും വി ഡി സതീശനെ പോലൊരാണ്. യുഹാനോൻ മാർത്തോമ, ഇബ്രഹാം മാർത്തോമ, ജോസഫ് മാർത്തോമ എന്നീ സഭയുടെ പരമാധ്യക്ഷന്മാർ അറിയപ്പെടുന്നത് ഉറച്ച നിലപാടുകളുള്ളവർ എന്നുള്ള രീതിയിലാണ്. ഒരു വിഷയത്തിലെടുക്കുന്ന തീരുമാനം അതൊരിക്കലും മാറ്റാൻ സമ്മതിക്കാതെ വാക്കിന് വില കൽപ്പിച്ച് അവർ ഉയർത്തിപ്പിടിച്ച് സഭാ പാരമ്പര്യത്തിന് കളങ്കമേറ്റു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഒരു തുറന്ന വിമർശനം നടന്നുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശനുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ. കാരണം ഈ CPMകാരുടെ തിട്ടൂരത്തിന് സഭയുടെ നിലവിലെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത വഴങ്ങേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് വിവിധ കോണുകളിൽ നിന്ന് വരുന്ന വിമർശനങ്ങൾ കൊണ്ട് വ്യക്തമാക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സതീശനെ പോലൊരാൾ, അതായത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഒരാൾ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ പ്രസംഗം നടത്താനാണോ? അത് നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? അതിനുവേണ്ടി അദ്ദേഹം വരാറില്ല. ജ്ഞാനികളെ മാനിക്കുന്ന പാരമ്പര്യമാണ് സഭയ്ക്ക് എപ്പോഴും ഉള്ളത്. അത് ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങളെന്ന് പറയുന്നതില്ല. പ്രതിപക്ഷ നേതാവ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ പ്രസംഗം നടത്താനായിരുന്നോ? ഒരിക്കലുമല്ല. സഭയ്ക്കുള്ളിലെ ആലോചനാ യോഗങ്ങളിൽ തർക്കം നടന്നുവെങ്കിൽ സഭാപിതാക്കന്മാർക്ക് യാഥാർത്ഥ്യം അത് വിശദീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിക്കേണ്ട ഒരു ബാധ്യത ഉണ്ടായിരുന്നുവെന്നാണ് വിശ്വാസികളിൽ ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ കുറിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാരാമൺ കൺവെൻഷൻ പോലൊരു കൺവെൻഷനിൽ
പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നുവെന്ന വാർത്ത വന്നതിനു ശേഷം ജില്ലയിലെ ഉന്നത CPM നേതാക്കളുടെ അറിവോടുകൂടി വി.ഡി. സതീശനെ ഒഴിവാക്കുവാനുള്ള തിരക്കഥ ചമച്ചതെന്ന ആരോപണം കോൺഗ്രസ് കേന്ദ്രങ്ങളും ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇതിൻ്റെ ഭാഗമായിട്ട് സഭയ്ക്കുള്ളിലെ ആലോചനായോഗങ്ങളിൽ പങ്കെടുക്കുന്നവരിൽ കൂടി എതിർപ്പിൻ്റെ രൂക്ഷത എന്ന് പറയപ്പെടുന്നത് വർദ്ധിച്ചതാണ് സതീശനെ കൺവെൻഷനിൽ പങ്കെടുപ്പിക്കാനുള്ള നീക്കം ഇല്ലാതാക്കിയത് എന്നാണ് കോൺഗ്രസ് സംശയിക്കുന്നത്. ഇത്തരത്തിലൊരു രാഷ്ട്രീയ വിവാദത്തിലേക്കൊക്കെ സഭയെ വലിച്ചിഴച്ചതിൽ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത കടുത്ത അതൃപ്തിയിലാണ് എന്നുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ എന്ത് അതൃപ്തി ഉണ്ട് എന്ന് പറഞ്ഞാലും ജ്ഞാനിയായിട്ടുള്ള വി.ഡി. സതീശനെ പോലുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു മാരാമൺ കൺവെൻഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ക്രൈസ്തവ സഭകൾ. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുക, പ്രതിപക്ഷ നേതാവിനോട് അദ്ദേഹത്തിന് സമയമുണ്ടോ എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുക, ആ അന്വേഷണങ്ങൾക്ക് ശേഷം അദ്ദേഹം പങ്കെടുക്കാമെന്നുള്ള സമയം നൽകുക, ആ സമയവും തീയതിയും കാലവും ഒക്കെ അറിയിച്ചതിന് ശേഷം അദ്ദേഹത്തിനെ പങ്കെടുപ്പിക്കുന്നില്ല എന്ന് പറയപ്പെടുന്നത് ഉചിതമായ തീരുമാനമാണോ എന്ന് മാരാമൺ കൺവെൻഷൻ നടക്കുന്ന സഭാ നേതൃത്വം തീരുമാനിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ്. വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ CPMൻ്റെ ഒരു തിട്ടൂരത്തിന് മാരാമൺ കൺവെൻഷനിലെ മാർത്തോമാ സഭ അത്തരത്തിൽ ആ തിട്ടൂരത്തിന് വഴങ്ങേണ്ടി വരുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ വഴങ്ങേണ്ടി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വി.ഡി. സതീശനെ മാറ്റി നിർത്തുന്നത് എങ്കിൽ അത് തെറ്റ്. അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുവാൻ ഒരു മതമേലധ്യക്ഷന്മാരും മുതിരരുത് എന്നാണ് പറയാം. മാരാമൺ കൺവെൻഷൻ പോലൊരു കൺവെൻഷനിൽ ഒരിക്കലും രാഷ്ട്രീയ പ്രസംഗം നടത്താനല്ല സതീശനെ പോലൊരാളെത്തുന്നത്. സതീശന് ബൈബിളിലൊക്കെ അഗാധമായ പാണ്ഡിത്യമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവായതിനു ശേഷം പലതരത്തിലുള്ള ഈ ക്രൈസ്തവ സഭകളുടെയും പ്രസംഗ പീഠങ്ങളിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ അദ്ദേഹം അഗാധ പാണ്ഡിത്യമുള്ള ബൈബിളിലടക്കമുള്ള കാര്യങ്ങൾ ക്രിസ്തീയ വിശ്വാസികളോടടക്കം സംഭാഷണം നടത്തിയിട്ടുണ്ട്. ആ സംഭാഷണമൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഇടപെടലുകളൊക്കെ CPMന് വല്ലാതെ പൊള്ളുന്നതായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ CPMന് അത്തരത്തിൽ പൊള്ളുന്നത് വി.ഡി. സതീശൻ ക്രൈസ്തവ സമൂഹവുമായി അടുക്കുന്നു എന്നുള്ളത് കൊണ്ടായതുകൊണ്ട് വി.ഡി. സതീശനെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് മാറ്റേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് മനസ്സിലാക്കിയ CPM ജില്ലാ നേതൃത്വം അത്തരത്തിലൊരു തടയിടുകയും ആ തിട്ടൂരം പുറപ്പെടുവിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ വി.ഡി. സതീശൻ ഇല്ലാത്ത ഒരു കൺവെൻഷൻ നടക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതിലൊക്കെ വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം മാരാമൺ കൺവെൻഷൻ പോലൊരു കൺവെൻഷനിൽ വി.ഡി. സതീശനെ പോലൊരു അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയെ കൂടി ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. മാത്രമല്ല അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാരാമൺ കൺവെൻഷൻ എന്ന് പറയപ്പെടുന്നത് തന്നെയായിരിക്കും സഭാ നേതൃത്വത്തിന് എപ്പോഴും ഉത്തമം എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു.